ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസമാകരുത്. ഇപ്പോഴ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനെന്താ വിശ്വാസത്തിൻ്റെ കാരണം എന്താ? അത് ഹൃദയത്തിന് സ്പന്ദനമുണ്ട്. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ എത്രത്തോളം അനുഭവിക്കാൻ പറ്റുന്നു അത്രയും തെളിച്ചം നമുക്കുണ്ടാവും. അത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മരണത്തിലോട്ട് പോകും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യം. അല്ല ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട്, ശ്രദ്ധിച്ചു നോക്കണേ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ട് മരിച്ചതിന് ശേഷം സ്വർഗമുണ്ടെന്ന് പറയുന്നു. ഇതാരാ പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോഴും കൃത്യത വേണം. നമ്മളോട് ഒരാൾ പറയണമെന്ന്, നിങ്ങൾ മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകുമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ കൂട്ടത്തിൽ കൂടുക. അയാളുടെ കൂട്ടത്തിൽ കൂടുക. അയാളുമായിട്ട് സഹകരിച്ച് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. കാരണം മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകുന്ന ഒരാൾക്ക് അയാളുടെ കൂട്ടത്തിൽ അയാൾക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? അറിയണം. മനസ്സിലായോ? മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ഭാഗം അന്വേഷിക്കണം. അതിൻ്റെ വ്യക്തത മനസ്സിലായോ? കൊണ്ടുവരണം. മനസ്സിലായോ? അതെങ്ങനെ കൊണ്ടുവരണം? ജീവിച്ചിരിക്കുന്ന നമ്മളിൽ കിട്ടണ്ടേ? ജീവിച്ചിരിക്കുന്ന നമ്മളിൽ കിട്ടാത്തൊരു സംഭവം, ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാര്യം നമ്മളിലൂടെ അല്ലാതെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ കാര്യങ്ങൾ നമ്മളിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അത് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും ഒന്നും നമ്മളിൽ വർക്കൗട്ട് ആകത്തില്ല. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ജീവനിൽ നിന്നാണ് അറിയേണ്ടത്. വേറെ ഏത് ശക്തി എവിടെയെല്ലാം ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയുടെ തുടർച്ചയാണ് ജീവിതം. അത്രേ നമ്മൾക്കുള്ളു. നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ്? അതിൻ്റെ തെളിച്ചമാണ് ജീവിതം. അല്ലാത്ത വേറെ ഒരു ഭാഗമില്ല. ഇനി ഈ സ്വർഗത്തെ പറ്റി പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾക്ക് ഒരിക്കലും സഹകരിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധത അവർക്കില്ല. അവർക്ക് സത്യസന്ധത ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചാണ്. അവരുടെ പ്രവൃത്തിയെല്ലാം വിശ്വാസത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ്. ഒരാളെ കൊന്നാൽ അവരുടെ വിശ്വാസപ്രകാരം കൊന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. മനസ്സിലായോ? അവരങ്ങനെയാണ്. മനസ്സിലായോ? അവർ കൊന്നിട്ട് പറയും, അത് എൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്, നിന്നെ കൊല്ലുക. അങ്ങതാണ് ഈ വിശ്വാസത്തിൻ്റെ അപകടത. സ്വന്തം ജീവന് വരെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്തിട്ട് അവർ പറയും ഇത് വിശ്വാസത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാ യുദ്ധത്തിനും കാരണം ഈ വിശ്വാസമാണ്. എല്ലാ ശത്രുതക്കും കാരണം ഈ വിശ്വാസമാണ്. എല്ലാ രോഗത്തിനും കാരണം ഈ വിശ്വാസമാണ്. അനുഭവത്തെ എടുത്താൽ ശത്രുതയില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. ആ സൃഷ്ടി സംഭവിക്കാതെ അനുഭവമില്ല. ആ സൃഷ്ടി സംഭവിക്കുന്നതിന് കാരണം ആ സൃഷ്ടി സംഭവിക്കുന്നിടത്താണുള്ളത്. അത് വിശ്വാസമല്ല, ഇത് യാഥാർത്ഥ്യ ബോധമാണ്. അപ്പം നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണെന്ന് തൊട്ടറിയുക. അവിടെ അനുഭവമുണ്ട്. അനുഭവത്തിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ
നന്നായിട്ട് അറിയാൻ നിങ്ങളിലുള്ള അനുഭവത്തിന് സ്ഥാനം കൊടുക്കുക. നിങ്ങളെ നന്നായിട്ടറിയാൻ നിങ്ങളുടെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കുക. അല്ലാണ്ട് വേറെ യാതൊരു വഴിയില്ല. അനുഭവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ അത് ഓരോ ദിവസം ചെല്ലുന്ന 50 വയസ്സാകുമ്പോൾ നല്ല തെളിച്ചമല്ലേ ഉണ്ടാകേണ്ടത്. അവശനാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സത്യത്തിലല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും തെളിഞ്ഞു വരികയാണ് വേണ്ടത്. നമ്മളെ പറ്റി ഒരാൾ ചീത്ത പറയുന്നു, ഇപ്പം എന്നെ പറ്റി ഒരാൾ ചീത്ത പറയുന്നു. ആ ചീത്ത പറയുമ്പോഴത്തേക്കും ഞാൻ എവിടെയാണ് ചീത്തയാകുന്നത്? ഞാൻ എവിടെയെങ്കിലും ചീത്തയാകുന്ന ഭാഗം ഉണ്ടാവുമോ? എവിടെയെങ്കിലും ചീത്തയാവുമോ? ഒരാൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചീത്തയായി പോവുക. കാരണം നമ്മൾ അനുഭവത്തിലിരിക്കുകയല്ലേ, നമ്മൾ അനുഭവത്തിൽ തുടരുകയല്ലേ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മനപ്രയാസപ്പെട്ടു പോവുക. എന്താ കാര്യം? എന്താ? ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന ഭാഗത്താണ് അനുഭവം ഇരിക്കുന്നത്. ആ അനുഭവം അല്പനേരം കൊണ്ട് തകർന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പർപ്പസിലാണ് കോട്ടം വരുന്നത്. ആ പർപ്പസാണ് തകരുന്നത്. ആ പർപ്പസ് തകരുമ്പോൾ നമ്മളും വിഷമിക്കുന്നു. കാരണം എൻ്റെ താല്പര്യം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മളുടെ ബുദ്ധിമുട്ട്. എൻ്റെ താല്പര്യം. പക്ഷെ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും താല്പര്യം മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സ്വപ്നം കണ്ടിട്ട്, സ്വപ്നം എങ്ങനെയാ പറഞ്ഞാൽ പർപ്പസ് കൂടി വരുമ്പോഴാണ് സ്വപ്നം. മനസ്സിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഓരോ പർപ്പസാണ്. മനസ്സിലായി? മനസ്സിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഓരോ പർപ്പസ് നമ്മൾ ഉണ്ടാക്കി. സ്വപ്നത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? സ്വപ്നത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നിരന്തരമാണ്, യാതൊരു കാരണവശാലും കോട്ടം വരത്തില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അത് തെളിഞ്ഞു വരികയും ചെയ്യും. ഇത് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ പർപ്പസ് സെർവ് ചെയ്യാൻ മനസ്സിലായി? മറ്റുള്ളവർ നമുക്ക് ഇട്ടുതരുന്ന ചില പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു പാടുപിടിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മൾ ഭയങ്കര വലിയായിട്ട് അഭിമാനിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ ഒരു കഥയുമില്ല. നമ്മൾ പ്രവർത്തിക്കാൻ കാരണം എന്താണ്? അവിടെ ജീവൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ചെയ്ത പ്രവൃത്തി ഞാൻ ഭയങ്കര വലിയ കാര്യം ചെയ്ത് വെറുതെയാണ്. മറ്റേ അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ ഭയങ്കര നല്ലവനാണ്, മറ്റുള്ളവരൊക്കെ മോശക്കാരനാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ നല്ലവനാണെന്ന് പറയുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ കൂടുതലാണ്. ഞാനും നീയും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. അവർക്ക് മാത്രമേ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അറിവുണ്ട്,
എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ നാശം തുടങ്ങി. അതാണ് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തത്. സഹകരിക്കാൻ മറ്റൊരാൾ പറയുമ്പോൾ കേൾക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അഹങ്കാരം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേൾക്കാൻ പറ്റാത്തത്. ഞാൻ വിട്ടുകൊടുക്കല. എൻ്റെ തീരുമാനം, ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല. മനസ്സിലായി? ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല. വേണ്ടെന്ന്, എനിക്ക് നിങ്ങളെ കേൾക്കണ്ടെന്നേ, നിർത്തുന്നേ. മനസ്സിലായി? നിർത്തുന്നേ. എന്നുവെച്ചാൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ സ്നേഹത്തിന് സ്ഥാനം കൊടുക്കല. എൻ്റെ തീരുമാനമാണ് ശരി. അവരെ വെറുതെ വിട്ടേക്കുക. അവർ അഹങ്കാരത്തിലിരിക്കുക. അവർ ബലം പിടിച്ചങ്ങനെ ഇരിക്കുക. എന്നുവെച്ചാൽ ചത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ ഭയങ്കര വലിയ അഭിമാനിച്ചിരിക്കുക. ദുരഭിമാനം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് എന്നുവെച്ചാൽ ആരുമായിട്ട് സഹകരിക്കില്ല. മനസ്സിലായ? ഒരു മൂഢലോകത്താ ചത്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? നശിച്ചുകൊണ്ടിരിക്കുക. അവർ നാശവേ കാണത്തുള്ളൂ. ഇവിടെ നോക്കിയാലും അവർ നാശവേ കാണത്തുള്ളൂ. കാരണം അവർ നശിക്കുന്നതുകൊണ്ട് അവരെവിടെ നോക്കിയാലും നാശവേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാവരും അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? നമുക്ക് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം കാണാം. അനുഭവത്തിൽ തെളിഞ്ഞു വരും. അങ്ങനെ അനുഭവത്തിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവം ആരാണ് ഉപേക്ഷിക്കുന്ന? അനുഭവം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അനുഭവം ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തെളിഞ്ഞ് വരുംതോറും നമുക്ക് ആ തെളിച്ചം നമുക്ക് അനുഭവിക്കുന്ന ഭാഗം, ആ തെളിഞ്ഞു വരുംതോറും തെളിച്ചം അനുഭവിക്കാൻ പറ്റുന്നു. അതിനകത്ത് ഒരിക്കലും ഒരു കരട് വീഴാൻ നമ്മൾ അനുവദിക്കത്തില്ല. മനസ്സിലായി? ഇനി അഹങ്കാരം മാറ്റി വരണം. മറ്റൊരു അഹങ്കാരം മാറ്റണം. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒന്നാണെന്നുള്ള ഭാഗം, മറ്റൊരാളോട് സഹകരിക്കാൻ, സത്യസന്ധമായിട്ട് സഹകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.